ഈ +2 കഴിഞ്ഞിരിക്കുന്ന ബാച്ച് ഉണ്ടല്ലോ ഇപ്പൊ അവർ കുറെ പേര് എന്നോട് ചോദിച്ചു ഹോട്ടൽ മാനേജ് പഠിക്കണോണ്ട് നല്ലതാണോ, പഠിച്ചതിനെ പെട്ടെന്ന് പ്ലേസ്മെന്റ് ഉണ്ടാവോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റേതായ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഷെഫിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊന്ന് അതിനൊരു വീഡിയോ ഒക്കെ ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടി അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഹോട്ടൽ മാനേജ് പഠിക്കാൻ, അല്ലെങ്കിൽ ഷെഫ് ആവണം എന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, മെസ്സേജ് ചോദിക്കാറുണ്ട്, ഷെഫ് ഡിഗ്രി ആണോ ഡിപ്ലോമ ആണോ നല്ലതൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. എങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വെളിയിലേക്ക് പുറത്ത് ഔട്ട്സൈഡ് കൺട്രിയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ബേസ് കയറി വരുമ്പോൾ അതിനും കുറച്ച് ബെറ്റർ ആയിരിക്കും. ഡിപ്ലോമ പഠിച്ചാലും നിങ്ങൾ ഡിഗ്രി പഠിച്ചാലും ഇവൻ നിങ്ങൾ ഒരു കിച്ചണിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം സെയിം വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോബ് വേക്കൻസി വരുമോ, നിങ്ങൾക്ക് പുറത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതേസമയം ഡിപ്ലോമ പഠിച്ചാൽ കുറച്ച് നിങ്ങൾക്ക് എക്സാം കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ എഴുതേണ്ടി വരും. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, കോളേജിന്റെ വാല്യൂ എന്താണ്, അതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ എന്താണ്, എമൗണ്ട് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ വെറുതെ നമ്മളൊരു കോളേജ് കണ്ടുപിടിച്ചിട്ട് പോയി ഫീസും കൊടുത്ത് പഠിച്ചിട്ട് അതിനകത്തൊരു വാല്യൂ ഇല്ലാതായി പോകും. എപ്പോഴും IHM BHM പോലെ ഡിഗ്രി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ഇതൊക്കെ സെലക്ട് ചെയ്യുക. പാഷനാണ് നിങ്ങളുടെ ഉള്ളിൽ, എനിക്ക് ഷെഫ് ആവണം, എനിക്ക് ഇതാണ് എൻ്റെ ജോബ്, ഇതാണ് എൻ്റെ പ്രൊഫഷൻ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. അല്ല വെറുതെ വീട്ടിൽ നിന്നും കുറേ പൈസ കിട്ടി പഠിക്കാൻ പോയി വീട്ടുകാരുടെ പൈസയും കളഞ്ഞ് നമുക്ക് ജോലി ഇല്ലാതായി ഇപ്പം അല്ലെങ്കിൽ റീൽസിലെ കാണുന്നൊന്നും ആയിരിക്കില്ല ഒരു കിച്ചൺ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേറെ ലോകം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാത്രം നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോവുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. താങ്ക് യു.